കിട്ടിയാൽ ഈ സെല്ല് തുറന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലിച്ച് മറ്റുള്ളവരെ കൂടി ഉണർത്തല്ലേ. ഭാഗ്യം ആരും ഉണർന്നില്ല. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞ്. ഐ ആം ട്രാപ്ഡ്. എന്ത് ചുമയത്? മിക്കവാറും ചുമക്കേണ്ടി വരും. ഇത്ര വെള്ളെടുത്ത് അനക്ക് പോയി എടുത്തു. എന്നാ പിന്നെ അയാളെ കൊണ്ട് എടുപ്പിച്ചാൽ പോലെ. ക്ഷയം വല്ല ആണോ? ആ ബാലക്ഷയോ എന്നാ തോന്നണേ. ചേട്ടാ വെള്ളം കുടിച്ചോ. സാറേ സാർ വേണ്ട, വെള്ളം വേണ്ടേ സാർ? പോലീസിനെ വിളിക്കണ്ട. ഇത് നിധിയിലേക്കുള്ള വഴികാട്ടിയ. ഇവിടുന്ന് മൈസൂരിലേക്ക് പോകും വഴി നാഗഹള്ളി. അവിടുന്ന് തെക്ക് പടിഞ്ഞാറ് 8 മൈല് പോയ ഉള്ളിക്കുട്ടെ പാറക്കെട്ട്. പിന്നെല്ലാം പോലെ. അതൊക്കെ പിന്നെ അവിടെ ആദ്യം ആശുപത്രി പോ. എനിക്ക് സാർ ഒന്ന് പെട്ടെന്ന് വരണേ. മരിക്കാൻ പോകുന്നവന്റെ വാക്ക് പൊള്ളയാവില്ല. ഇതാവാം വിധി. നിങ്ങളത് കണ്ടെത്തണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. സാറേ എന്താ ചുമച്ച് ആകെ വയ്യാതായി. വേഗം എസ് ഐ വിളിക്കാം. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും. നിങ്ങൾ അവിടെ പോയി കിടക്കണം. പേപ്പേഴ്സ് എല്ലാം ശരിയല്ലേ? ഞങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. യു ക്യാൻ ടേക്ക് ദം. രാമേന്ദ്ര, പിള്ളേരെ ഇറക്കിവിടെ. താങ്ക് യു സർ. ഇറങ്ങി വാ, നിങ്ങൾക്ക് ജാമ്യമായി. ആ അമ്മാവനെങ്ങനുണ്ട്? ഓ അയാള് ചത്തു. വെളുപ്പിന് ആശുപത്രി വെച്ചാ. നിങ്ങൾ വാ. ഇനി നിധി എനിക്ക് മാത്രം സ്വന്തം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ അതിങ്ങ് തരൂ. എന്താണ് ഇവിടെ സ്ഥിരതാമസക്കാരുടെ പരിപാടി? ഇറങ്ങി വാടാ. Once upon a time in a small little place there were 3 little guys called Sanky, Banky, Ranky. The statue, carved in gold and precious stones, is believed to have been buried in one of the Sultan's own hideouts somewhere near Mysore. മൈസൂരിനടുത്തേതോ കാട്ടിൽ. വില്യം ലോഗന്റെ മലബാർ മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ പറഞ്ഞ നിധിയെക്കുറിച്ച്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നും കടത്തി മാറ്റിയത് തന്നെയാണ് ഈ വിഗ്രഹം. അല്ല സാർ, ഈ വിഗ്രഹത്തിനെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും ഈ ആർക്കെങ്കിലും കിട്ടിയതായിട്ടോ കണ്ടെത്തിയതായിട്ടോ? പണ്ട് തന്റെ കൊട്ടാരത്തിൽ നിന്നുൾപ്പെടെ പലരും അന്വേഷിച്ചു പോയ കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കെങ്കിലും അത് കിട്ടിയതായിട്ടുള്ള ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ണിക്കൊരു കൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടോ? അതിന് മറ്റു രണ്ടുപേരും സമ്മതിക്കണ്ടേ അല്ലേ? അവരും വന്നിരുന്നു ഇതേ സംശയമായിട്ട്. ഒന്നും പയറ്റി നോക്കടോ. ഇന്നും അതവിടെ ഉണ്ടെങ്കിലോ, നിങ്ങൾക്കത് കണ്ടെത്താൻ ദൈവാധീനമുണ്ടെങ്കിലോ, ജസ്റ്റ് ട്രൈ. താങ്ക് യു സാർ. നിധിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഞാൻ തന്നെ പോയി എടുത്തോളാം. On your mark. ഒന്ന് വേഗം വലിയ എന്റെ ബ്രദർ. വേഗം കഴിക്കോ, ഷൂട്ടിംഗ് ഒന്നും പറഞ്ഞിറങ്ങിയാ. Get set. വേഗം വന്ന് കേറ്. പെട്ടെന്ന്. എന്താടാ ഗുഹയിൽ നിധി എടുക്കാൻ പോയിരിക്കാം. മൈസൂരിനടുത്താന്ന് കേട്ടെ.
ഗുഹയിൽ നിധിയോ? ഉറപ്പാണോ? അവന്മാരത് കൈക്കലാക്കുന്നതിന് മുമ്പ് എനിക്കത് കൈക്കലാക്കണം. ആഞ്ജനേയ, ഗുഹയിൽ നിധി, മഹാലക്ഷ്മി. ഹലോ ബ്രദേഴ്സ്, നമ്മുടെ ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് ഒരു പരസ്പര ധാരണയോടെ മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത്? കിട്ടുന്നത് 3 പങ്ക്. ഒന്ന് പോടാ, ആദ്യം എത്തുന്നവന് മുഴുവനും. അപ്പൊ ഗുഡ് ലക്ക് പാറകളെ. അയ്യഞ്ചു മഞ്ചു മുടഞ്ചു എൻ 3 കൊഞ്ചു മതി, ഐകുഞ്ചൻ 7 മത, 6 8 മതി, ചൊവ്വോട് 5 മതി, 2 തത്വമതി, മേവുന്നു നാദഹരി നാരായണായ. നിധി ശ്ലോകം മനഃപ്പാടമാക്കിയതുകൊണ്ട് അതിലുള്ളതെല്ലാം ഞാൻ സംഘടിപ്പിച്ചു. എനിക്ക് പരിചയമുള്ള 3 രഞ്ജുവും ദാ കിടക്കുന്നു. ഇനി കുഞ്ചൻ. നാല് 5 ദിവാരണന്റെ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശകലം ചീഞ്ഞതാ, തുടരുത്. ഇത്തിരി വേവ് കൂടുതലാണ്, എന്നാലും നല്ല അരിയ. ശ്ലോകത്തിൽ പറഞ്ഞതെല്ലാം ഉണ്ട്, എന്നാലും പറ ഇതെന്ത്? മഞ്ച്. എത്ര എണ്ണം? 5 മഞ്ച്. ഇത് 3 കൊഞ്ച്. ഇത് 6 തന്റെ പേര്? കുഞ്ചൻ. കുഞ്ചൻ. ഇനി പറ, നിധി എവിടെ? നിധിയോ? പറയാൻ നിധി എവിടെ? എന്റെ നാരായണ. താനിപ്പോ എന്താ പറഞ്ഞേ? നാരായണ. നാരായണ. ഇനി എനിക്ക് നിധി കിട്ടണമെങ്കിൽ ആ നാരായണൻ കുട്ടിയും കൂടെ തപ്പണം. അല്ലെങ്കിൽ നാരായണൻ നായര്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും നാരായണ. അവരെത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തൂ ശങ്കു. ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഒന്ന് മിണ്ടായടി. എങ്ങാനും നമുക്ക് മുമ്പ് എത്തിയാലോ? നീ പേടിക്കാതിരിക്കേ, എനിക്കൊരു ഷോർട്ട് കട്ട് വഴി അറിയാം. കുറച്ച് ചുറ്റുമെന്ന് മാത്രം. അയ്യോ, ഇനിയിപ്പോൾ ഇത് എങ്ങോട്ട് പോകും? സ്ട്രെയിറ്റ് പോവോ ലെഫ്റ്റ് പോവോ? ഒക്കെ ലെഫ്റ്റ് പോവാം, അതായിരിക്കും റൈറ്റ്. ആരോടെങ്കിലും കണ്ടാ ചോദിക്കണേ. എന്ത്? നിധി എവിടെയാണോ? ഓ, മണ്ടത്തിന് പറയാതിരിക്കും. പറഞ്ഞതല്ല, വന്നതാ. അയ്യോ, ഇതെന്താ ഇത്? പാലോ? ആദ്യമായിട്ട് ടോള് കൊടുക്കാത്തൊരു പാലം വേണം. നീ നിറങ്ങേ. എന്താ ശങ്കു? ഇറങ്ങടി. എന്താ? നിക്കേ, നീന്ന് വലിച്ചടി. ബാഗ് പഠിക്കാനല്ല, നിന്നോട് ഇത് പഠിക്കാനാ പറഞ്ഞു. ഒന്ന് പഠിക്കണ്ട. നീ പഠിക്കാൻ ഇനിയെങ്ങാൻ ഈ ഷോർട്ട് കട്ട് മണത്ത് പിടിച്ച് വന്നാൽ മക്കളെ കസിൻസ് നിങ്ങൾ അവിടെ കട. അതെ, നമുക്കെന്തിനാ ഈ വടി? എന്താന്ന്? ഈ വടിക്ക് വേണ്ടിയല്ലേ നീ ആ പാലം പൊട്ടിച്ചേ? ഈ വടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ആ പാലം പൊട്ടിച്ചെന്നാ? അല്ലേ? അമ്മൂമ്മടെ കുറെ നേരമായി തുടങ്ങിട്ട് അവളുടെ മിണ്ടായിരുന്നോളാം കേട്ടല്ലോ.